Dear students, welcome to CBSE Maths World. ഇന്ന് നമുക്ക് CBSE 10th സ്റ്റാൻഡേർഡ് മാത്സിലുള്ള APയിലുള്ള ഒരു കോൺസെപ്റ്റ് പഠിക്കാം. കോൺസെപ്റ്റ് ഇങ്ങനെയാണ്: എയും ബിയും സിയും ഇഫ് എ ബി സി ആർ ത്രീ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ AP, then B is equal to A plus C divided by 2. അതായത് APയിലുള്ള മൂന്ന് ടേമുകൾ തന്നിട്ടുണ്ട് നമുക്ക്. ഒരു APയിലുള്ള മൂന്ന് ടേമുകളാണ് എയും ബിയും സിയും എങ്കിൽ ഈ മിഡിൽ ടേം കിട്ടാൻ, ഈ ബി കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അറ്റത്തുള്ള രണ്ട് നമ്പറും ആഡ് ചെയ്യുക, A plus C then divided by 2. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. കൺസിഡർ ആൻ AP. ഒരു AP നമുക്ക് കൺസിഡർ ചെയ്യും. AP ഈസ് 5, then 5 plus 3 8, 8 plus 3 11. ഇവിടെ കോമൺ ഡിഫറൻസ് 3 ആണ്. ആദ്യം 5, 5 plus 3 8, 8 plus 3 11. അങ്ങനെയാണെങ്കിൽ ഈ 8 കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി, ലാസ്റ്റ് ഫസ്റ്റ് നമ്പറും ആഡ് ചെയ്യാം, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വാട്ട് ഇസ് 5 plus 1? 16. 16 by 2. What is 16 by 2? 8. Look, this is the method. If A, B, C are three consecutive terms of an AP, then the middle term is equal to A plus C divided by 2. For example, if the question is coming like this way, question ingane varunnu, find X if 10, X, 18 are three consecutive terms of an AP. Are three terms of an AP. Then how you can find the value of the X? To find the value of the X is equal to what? 10 plus 18 divided by 2. What is 10 plus 18? 28. 28 by 2. 28 by 2 is equal to 40. So the middle term എത്രയായിരിക്കും നമുക്ക് വരിക? 14 ആയിരിക്കും. എങ്ങനെ ചെയ്യേണ്ടത്? ഫസ്റ്റത്തെയും തേർഡും ആഡ് ചെയ്യുക. ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആഡ് ചെയ്യുക. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രാമത്തെ ടേം കിട്ടും? മിഡിൽ ടേം കിട്ടും. Hope it's clear to everyone. Thank you.